മുസ്ലിയാക്കന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം. ഇവിടെ ബദരീങ്ങളെ വിളിച്ചു ദ്വാരനാൽ മുശ്രിക്കാവുന്ന അവർ പറയുന്നത്. മജ്ലിസ് എന്ന് പറയും ബദരീങ്ങളെ വിളിച്ചു ദ്വാരനാൽ മുശ്രിക്കാവുന്ന അവർ പറയുന്നത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, സമസ്തയിൽ നിന്നുള്ള രണ്ട് മുസ്ലിയാക്കന്മാരുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ബദർ യുദ്ധമുണ്ടായത് സമസ്ത ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ബദർ മൗലൂദ് കഴിക്കാനും പോത്തിറച്ചിയും നെയ്ച്ചോറും തിന്നാനും ബദരീങ്ങളോട് വിളിച്ച് ദുആ ചെയ്യാനും വേണ്ടിയുള്ള തെളിവിന് വേണ്ടിയാണെന്നാണ് മൂപ്പരുടെ വാദം. അടുത്ത മുസ്ലിയാർ പറയുന്നുള്ളത് ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കൊന്നുമല്ല, അത് തൗഹീദാണ് എന്ന്. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് ഈ ബദർ ഉണ്ടായത്? നോക്കൂ, ആകാശഭൂമികൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ആരാണ് അബൂജഹലെ എന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയും അള്ളാഹു ആണ്. സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബൂജഹൽ പറയും അള്ളാഹു ആണ്. സൂറത്തുൽ അൻകബൂത്ത് 61-ാമത്തെ ആയത്ത്. സൂറത്തുൽ അൻകബൂത്തിന്റെ 63-ാമത്തെ വചനം, ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും ഭൂമി നിർജീവമായി കിടക്കുന്നതിന് ശേഷം അതുമൂലം അതിന് ജീവൻ നൽകുകയും ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അന്നം നൽകുന്നവൻ റാസിഖ് ആരാണെന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയും അള്ളാഹു ആണെന്ന്. ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യകർത്തം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയും അള്ളാഹുവിനാണെന്ന്. അതേപോലെ തന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അബൂജഹൽ പറയും അള്ളാഹു സുബ്ഹാനഹു തആലയാണെന്ന്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പുറമെ ഈ ചില ആളുകളെ കൂടി അവർ വിളിച്ചിരുന്നു. മരിച്ചുപോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ, ലാത്തെ, വദ്ദിന്, സുവായിന്, യഗൂസിന്, യഊഖിന്, നസറിന്. എന്തായിരുന്നു അവരുടെ അവകാശവാദം? അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു വാങ്ങിത്തരും. സൂറത്ത് യൂനുസ് 18-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഞങ്ങളെ അടുപ്പിക്കും. സൂറത്ത് സുമർ 3-ാമത്തെ ആയത്ത്. ഇവർക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല എന്ന് അവരുടെ തൽബിയത്ത് ഹജ്ജിന് വരുന്ന സമയത്ത് അവർ പ്രഖ്യാപിച്ചിരുന്നു. അള്ളാഹുവിനാണ് മുഴുവൻ കഴിവുകളും. പക്ഷെ ഈ ആളുകൾ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പാടില്ല, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നേരിട്ട് സഹായം ചോദിക്കണം. ഇത് അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അന്നത്തെ സമസ്ത ആശയം ഉൾക്കൊണ്ട ആളുകൾ അബൂജഹലിന്, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സമസ്ത ആശയം ഉൾക്കൊണ്ട ആളുകൾക്ക് എപ്രകാരമാണോ സഹിക്കാൻ പറ്റാത്തത് ആ രൂപത്തിൽ തന്നെ അവർക്കും പറ്റിയില്ല. അങ്ങനെ ബദർ ഉണ്ടായി. ആ ബദറിന് പോകുന്നതിനേക്കാൾ മുമ്പ് അബൂജഹൽ മക്കത്തെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ, ഈ രണ്ടു സൈന്യങ്ങളിൽ നിന്ന് ഉത്തമ വിഭാഗത്തെയും രണ്ടു സംഘങ്ങളിൽ നിന്ന് ഉത്തമ സംഘത്തെയും രണ്ടു മത ആശയത്തിൽ നിന്ന്, ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ മതം, മറ്റൊന്ന് സമസ്ത മതം അബൂജഹൽ ഉണ്ടാക്കിയ, ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ സമസ്ത മതം, സമസ്ത ആശയം, മരിച്ച ആളുകളോട് വിളിച്ച് സഹായം ചോദിക്കുക, അവരോട് പ്രാർത്ഥിക്കുക എന്നുള്ള ആ ആശയം, അതിൽ ഉത്തമമായത് നീ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ നോക്കൂ, സൂറത്തുൽ അൻഫാൽ 32-ാമത്തെ വചനം, അബൂജഹൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, മരിച്ചുപോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഉസൈർ നബി അലൈഹി ഇസ്ലാമിനെയും ലാത്തയെയും വദ്ദിനെയും സുവായിനെയും യഗൂസിനെയും യഊഖിനെയും ആദരിക്കാൻ വേണ്ടി അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ച് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ലക്ഷ്യം വെച്ച് അവരോട് സഹായം ചോദിച്ചിരുന്നല്ലോ ഈ ആളുകൾ, അള്ളാഹുവിൽ നിന്ന് ശുപാർശ ചെയ്ത് വാങ്ങിത്തരാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു തരാൻ. ഇത് പാടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. റബ്ബേ, അത് സത്യമാണെങ്കിൽ മുഹമ്മദ് നബി പറയുന്നതാണ്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹുവിനോട് പറയൂ. അള്ളാഹു സുബ്ഹാനഹു തആല തന്ന പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഖൈറിനായിരിക്കാം. ഒന്നെങ്കിൽ റബ്ബ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പരീക്ഷണമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കാം. എന്തിനാണെന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ഈ മൂന്ന് കൊണ്ടുള്ള ഉദ്ദേശവും ഖൈറാണ്. കാരണം നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് തന്ന പരീക്ഷണം മാറ്റാൻ, ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളോടല്ല ചോദിക്കേണ്ടത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്, ഏ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കൂ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതി ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? നബിയെ പറഞ്ഞു കൊടുക്കൂ അവരോട്, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് നിങ്ങളുടെ റബ്ബുണ്ട്. ചോദിക്കുന്ന ആളുകൾ റബ്ബിനോട് ചോദിക്കട്ടെ, ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കട്ടെ, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യൂ. ആ വിശ്വാസമുള്ള ആളുകൾ മരിച്ചുപോയ ആളുകളോടല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ടല്ല, ലാത്തയോടല്ല, ഉസയോടല്ല, മനാത്തയോടല്ല,
ആരോടാണ് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ അല്ലെങ്കിൽ കല്ല് വർഷിപ്പിക്കുകയോ ചെയ്യുക എന്ന് അവിശ്വാസികൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ആ സമയത്ത് മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അപ്പുറ ടെന്റ് ഇട്ടുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അബൂജഹൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു: അള്ളാഹുവേ, മുഹമ്മദ് ഞങ്ങളിൽ കുടുംബബന്ധം മുറിച്ചവനാണ്, ഞങ്ങൾക്കറിയാത്ത പുതിയ മതവുമായി വന്നവനാണ്, അവനെ നശിപ്പിക്കണമേ എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്. ആരോടാണ് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോടാണ്. ഇന്ന് എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ സമസ്ത ആശയം എന്നുള്ള ഈ മതത്തിനെതിരായിട്ട് പുതിയ മതവുമായി വന്ന ആളാണ്. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള ആ മതവുമായി വന്ന ആളാണ്. ഞങ്ങളുടെ ആശയം എന്താണ്? ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിലുള്ള ആളാണ്. ഞങ്ങളെ പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാർഗം ഇതാണ്. അവരുടെ ആദരവിന് വേണ്ടി അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് അവരിലൂടെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് പാടില്ല. ഇന്ന് ഏതൊരു കാര്യമാണോ സലഫികൾ പറയുന്നുള്ളത്, മുജാഹിദുകൾ പറയുന്നുള്ളത്, സമസ്തക്കാർ ഏതൊരു കാര്യത്തിനാണോ സമസ്ത ആശയം, അബൂജഹലിന്റെ ആശയം അത് ഉൾക്കൊണ്ട ആളുകൾ ഏതൊരു കാര്യത്തിനാണോ മുജാഹിദുകൾ എതിർക്കുന്നത്, സമാനമായിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ അന്നും എതിർത്തത്. നിങ്ങളൊന്ന് ചിന്തിക്കൂ. കാരണം എന്തെച്ചാൽ സമസ്ത ആശയം ഉൾക്കൊണ്ട ആളുകൾക്ക് ഷഹാദത്ത് എന്താണെന്ന് അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും മുഹമ്മദ് റസൂലുള്ളാഹിയുടെയും തേട്ടങ്ങളും നിബന്ധനകളും റുക്കുനുകളും ശുറൂത്തുകളും അറിയില്ല. അതേ സമയത്ത് അബൂജഹലിനും കൂട്ടർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്താണെന്ന് കൃത്യമായി അറിയാമായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അത് അറിഞ്ഞതുകൊണ്ട് മക്കത്തെ മുശ്രിക്കുകൾ അംഗീകരിച്ചില്ല. ഇനി എങ്ങാനും അറിഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം വിളിക്കേണ്ടി വരികയും മരിച്ചുപോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ലാത്തയെയും വദ്ദിനെയും സുവായിനെയും യഹൂസിനെയും യഹൂഖിനെയും നസ്രിനെയും ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. സൂറത്തുൻ നാലിന്റെ 21-ാമത്തെ ആയത്തിൽ അവർ പ്രാർത്ഥിക്കുന്നവർ മരിച്ച ആളുകളോടാണ്. ആ മരിച്ച ആളുകൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ആരോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്? ആരോടാണ് സഹായം ചോദിക്കുന്നത്? അവർക്ക് തന്നെ അറിയില്ല. അതാണ് സൂറത്തുൽ അഹ്ഖാഫിന്റെ വചനത്തിൽ പറയുന്നത്. ഖിയാമത്ത് നാൾ വരെ ഉപകാരമോ ഉപദ്രവമോ ചെയ്തു തരാൻ സാധിക്കാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട്? സഹോദരങ്ങളെ, ഈ ആയത്തുകൾ നിങ്ങളൊന്ന് പരിശോധന വിധേയമാക്കണം, കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ നാളെ പാരത്രിക കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി എല്ലാ ദോഷങ്ങളും അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും. ശിർക്ക് എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരില്ല. സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്ത്, ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ ശാശ്വത ഭവനം അവന്റെ നരകമായിരിക്കും, സ്വർഗം അവന് നിഷിദ്ധമായിരിക്കും എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. സൂറത്ത് സുമറിന്റെ 65-ാമത്തെ ആയത്ത്, നബിയെ താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ നബിയെ താങ്കളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയും നബിയെ, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയെ. നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ നരകാവകാശിയായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പറയും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയാതെ, അതിന്റെ ആശയവും അർത്ഥവും അറിയാതെ, അതിന്റെ നിബന്ധനകൾ അറിയാത്ത പ്രഖ്യാപിച്ചു എന്ന് വായ കൊണ്ട് പറയുകയും ശിർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കടകവിരുദ്ധമായ അതിനെ തകർക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ദുരന്തപൂർണമായ ഒരു പര്യവസാനമായിരിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മാലകളിലൂടെ, മൗലൂദുകളിലൂടെ, റാത്തിബുകളിലൂടെ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അത് അവർക്ക് വേണ്ടിയുള്ള മദ് അല്ല, അവരുടെ മദ് അല്ല, യഥാർത്ഥത്തിൽ അവരോട് പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ബദർ മൗലൂദുകാരന്റെ ആഹ്വാനം നോക്കൂ. നഷ്ടം സംഭവിച്ചവനെ, ദുഃഖം കൊണ്ട് വിഷമിക്കുന്നവനെ, ബദറിലെ സ്വഹദാക്കളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മുസ്ലിയാരുടെ ശബ്ദം കേട്ടല്ലോ നിങ്ങൾ. ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.